എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചീരക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ടാപ്പുഴ പരിപാടിക്ക്, അതായത് ആറുമാനൂർ ഏറ്റുമാനൂരപ്പുറം അവിടെ പരിപാടിക്ക് ചെന്നപ്പോൾ കിട്ടിയ ഒരു സമ്മാനമാണ് നാടൻ ചീര, അതുപോലെ നാടൻ കപ്പ. അപ്പോൾ ആ ചീര കൊണ്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് അവിടെ താല്പര്യമില്ല കണ്ണേട്ടന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 1-2 സ്കൂൾ ഇനാഗുറേഷനൊക്കെ പോയിട്ട്, ഇതിപ്പോൾ രാത്രിയാട്ടോ, പകലൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല, അതിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ചീര കൂട്ടാനാണ്. പരിപ്പ് വേവാൻ ഇട്ടിട്ടുണ്ട്. ഇതാ വെന്തു, അത് ഉടയാൻ പാടില്ല, ഇങ്ങനെ വേവാൻ പാടുള്ളൂ. ഇതിവിടെ കണ്ണേട്ടൻ്റെ അമ്മയുടെ സ്ഥിരം കൂട്ടാനാണ്. ചീരയുടെ തണ്ട്, ഈ തണ്ടേ 1-2 നല്ല തിള വന്നു കഴിഞ്ഞിട്ട് ചീരയുടെ ഇല ചേർക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ തണ്ട് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയുടെ ഇല ചേർക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, സിമ്പിളാണേ, എളുപ്പം ചെയ്യാവുന്നത്. ഇത്തിരി മുളക് പൊടി. കണ്ണേട്ടൻ്റെ അമ്മ ഈ ക്ലാസ്സൊക്കെ ഉള്ള സമയത്തേ വിശദമായിട്ടുള്ള കൂട്ടാൻ വയ്ക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ക്ലാസ്സിന് പോകണമെന്ന് പറയുമ്പോൾ പരിപ്പ് അടപ്പത്തിട്ടിട്ട്, അത് അന്ന് ഗ്യാസ് ഒന്നുമില്ലല്ലോ, കൽച്ചട്ടിയിൽ അടുപ്പ് കത്തിച്ച് പരിപ്പ് അടുപ്പത്ത് വേവിക്കാൻ ഇട്ടിട്ട് പറമ്പിലിങ്ങനെ നടക്കും. അപ്പൊ ഈ വേലിയുടെ സൈഡിലൊക്കെ മറ്റേ ഇങ്ങനെ നീളമുള്ള ഒരു സൈസ് ചീര ഉണ്ടാവും. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. അവിടെ ഇംഗ്ലീഷ് ചീര എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പൊട്ടിച്ചിട്ട് വരും. കഷ്ണം നമ്മുടെ വീട്ടിൽ തീർന്നു പോയി, മേടിക്കാൻ പോകാൻ ആളില്ല, ധൃതിയൊക്കെ വരുന്ന സമയത്ത് ഇത് അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ഒരു പിടി ചീര കിട്ടും, അല്ലെങ്കിൽ ഒരു കപ്പയ്ക്ക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പയറിൻ്റെ അല്ല. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കണ എളുപ്പക്കൂട്ടാനാണിത്. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചീര വെന്തിട്ട് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ചീരക്ക് പൊതുവെ ഉപ്പ് ഇത്തിരി കുറച്ച് ചേർത്താൽ മതി. ഇനി ഉണ്ടല്ലോ, ഈ നാളികേരല്ലേ, അരയ്ക്ക് ചതയ്ക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, ഇങ്ങനെ തന്നെ ചേർക്കണം. ജീരകം കുറച്ച് കയ്യിൽ തിരുമ്മിയിട്ട്, ഇനി അപ്പുറത്ത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു കുഞ്ഞു കടുവറയും കൂടെ ചെയ്താൽ സംഭവം റെഡിയായി. കടുക്, വറ്റൽമുളക്, നുള്ളു ജീരകം, അതുപോലെ ഉള്ളി. അപ്പൊ ഉള്ളി മൂത്തു. നല്ല എളുപ്പത്തിലുള്ള, ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്വാദുള്ള ഒരു കൂട്ടാനാണ്. ഇതിൻ്റെ കൂടെ നല്ല മാങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല മാങ്ങാ കറി ഇല്ലേ, മാങ്ങ ഉപ്പിലിട്ടത്, കണ്ണിമാങ്ങാക്കറി, തൈര്, ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കാണെങ്കിൽ ഈ ചീരയിൽ ഒരു ഇത്തിരി നെയ്യും കൂടെ വെച്ചിട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.